കേരളത്തിലെ ആരോഗ്യമേഖല ലോകോത്തരമായിട്ടുള്ള ഒന്നാണെന്നാണ് കേരളം ഭരിക്കുന്ന തമ്പ്രാക്കന്മാരുടെ അവകാശവാദം. പക്ഷേ ഈ തമ്പ്രാക്കന്മാരാരും തന്നെ കേരളത്തിലെ അവരുടെ കീഴിലുള്ള ആരോഗ്യ സംവിധാനത്തിൻ്റെ ചികിത്സ തേടാറില്ല. അന്തരിച്ച പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പോലും ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തുള്ള ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി മുട്ടുമ്പം ഓടിപ്പോകുന്നത് ബൂർഷ്വ രാജ്യമായിട്ടുള്ള അമേരിക്കയിലേക്കാണ്. വീണ ജോർജ് ഉൾപ്പെടെയുള്ള ഒരാൾ പോലും ഇന്നുവരെയും ഇവിടുത്തെ സർക്കാർ ആശുപത്രിയുടെ ഏതെങ്കിലും ചികിത്സ തേടിയതായിട്ട് നമുക്കൊന്നും കേട്ടറിവില്ല. ഇവിടുത്തെ ഈ പറയുന്ന എല്ലാ തമ്പ്രാക്കന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ചികിത്സക്കായി പോകുന്നത് മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ആണ്. എന്നാലും അവർ പറയുന്ന ഒരു ഭാഷ്യം ലോകോത്തര നിലവാരത്തോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ മേഖലയാണ് എന്ന് പൊങ്ങച്ചമടിച്ച് ആ പൊങ്ങച്ചത്തിന്റെ മുകളിൽ ഊതിക്കെട്ടി വീർപ്പിച്ച ഒരു പ്രസ്ഥാനം മാത്രമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു ആരോഗ്യ സംവിധാനമില്ല. ഇവിടെ രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർ എത്രയോ ആളുകൾ ഇവിടുത്തെ ഓരോ ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഡോക്ടറെ ഒഴിച്ച് ബാക്കി സകല സാധനങ്ങളും പുറത്തെ കമ്പോളത്തിൽ നിന്ന് കൂടിയ വിലക്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ മാത്രമാണ് ഒരു ആശുപത്രിയിലെ സേവനം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർ പോലും അങ്ങോട്ട് തിരിഞ്ഞു കയറാൻ മടിക്കുന്നതും കഴുത്തറപ്പന്മാരായിട്ടുള്ള വലിയ പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിൽ ചികിത്സ തേടേണ്ട ഗതികേടും ആ ചികിത്സയ്ക്ക് ശേഷം കുടുംബം പോലും പണയം വിൽക്കുകയോ ചെയ്ത് വേണം അവിടുത്തെ ആശുപത്രിയിലെ ബില്ല് തീർത്ത് വീട്ടിലേക്ക് വരുവാനായിട്ട്. അതുപോലെയാണ് ഇത്രയധികം മെഡിക്കൽ കോളേജുകളും ആരോഗ്യ സംവിധാനവും ഉള്ളിടത്ത് അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ല ആർക്കും തന്നെ ഇവിടെ ചികിത്സ കിട്ടാറില്ല എന്നുള്ളതാണ്. സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് അതിന് അവരുടെ പണത്തിന് സമാനമായി പണമുള്ള അനുസരിച്ച് അവർക്ക് പുറത്ത് ചികിത്സ തേടാൻ പറ്റും. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ മതി. അതായത് ഒരു മൃഗാശുപത്രിയിൽ മൃഗങ്ങളോട് കാണിക്കുന്ന കാരുണ്യം പോലും ഇത്തരം സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികളോട് കാണിക്കുന്നില്ല എന്നുള്ള ദയനീയമായ അവസ്ഥയാണ് നമ്മൾ ഓരോ ദിവസവും ആശുപത്രിയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. അവർ ഡോക്ടർമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോലും പരാതി പറയുന്നത് അങ്ങനെയാണ്. അവിടെ ഏതെങ്കിലും ഒരു പുതിയ ആധുനിക രീതിയിലുള്ള ഒരു മെഷീനറി വന്നു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിക്കാനും അവരെ സഹായിക്കാനും വേണ്ടി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വസ്തു നിശ്ചലമാകും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് പുറത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി വേണം വിലയേറിയ ടെസ്റ്റുകളും മറ്റും നടത്താനായിട്ട്. ഇവിടെ ഈ ഉപകരണങ്ങളെല്ലാം പേപ്പറിൽ മാത്രം ഉണ്ടെങ്കിലും അവളൊന്നും പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ആശുപത്രികളിൽ ഒരു അടിസ്ഥാന സൗകര്യ മരുന്നുകൾ പോലും അവിടെ നിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മെഡിക്കൽ കോളേജുകളുടെ പുറത്ത് ഇത്രയും മെഡിക്കൽ സ്റ്റോറുകൾ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളുള്ളത്. മാത്രമല്ല ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് വേണ്ടി അവരുടെ വീടുകളിലോ അവരുടെ സ്ഥാപനങ്ങളിലോ ഇത്തരത്തിലുള്ള സാധനങ്ങളും ഉപകരണങ്ങളും അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾ അവരുടെ വീട്ടിൽ പോയി പണം കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സേവനം ലഭിക്കുമെന്നല്ലാതെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇത്തരം സേവനങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായിട്ട് കാഴ്ചയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിക്കാൻ വന്ന ഒരു നിർദ്ധനയായിട്ടുള്ള ബിന്ദു എന്ന സ്ത്രീ അവർക്ക് അവര് ശൗചാലയത്തിലേക്ക് പോയതാണ്. ആ ശൗചാലയത്തിലേക്ക് പോയ സമയത്താണ് ആ ശൗചാലയം നിൽക്കുന്ന ആ ഒരു കെട്ടിടം ആ കോംപ്ലക്സ് ഇടിഞ്ഞു വീണത്. അത് ഇടിഞ്ഞു വീണതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ ജില്ലയിൽ നിന്ന് പൊതുപരിപാടിക്ക് വന്നിരുന്ന മന്ത്രി വാസവനും വീണ ജോർജും, അതായത് ഇതിന്റെ ഒരു വകുപ്പ് ഭരിക്കുന്ന ആരോഗ്യവകുപ്പ് ഭരിക്കുന്ന വീണ ജോർജ് എന്ന് പറയുന്ന സ്ത്രീയും അവർ ഓടി വന്നു. അതിനകത്ത് ആരും പെട്ടിട്ടില്ല, അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്രക്കാരോട് അവർ പറഞ്ഞത് ഇതൊന്നും അവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, അവിടെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ ഡംപ് ചെയ്യുന്ന ക്ലോസ് ചെയ്തിട്ടുള്ള ഇടമാണെന്ന്. അവിടുത്തെ മെഡിക്കൽ കോളേജിലെ രോഗികൾ പറയുന്നു ഞങ്ങൾ ശുചിമുറിയായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അവിടെയാണ്, മറ്റു സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സൗകര്യമില്ല. അങ്ങനെ ശുചിമുറി ഉപയോഗിക്കാനായി പോയ ആ ഒരു നിർദ്ധയായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ആ ഒരു സിമന്റ് കൂമ്പാരത്തിന്റെ ഇടയിൽ കഴിഞ്ഞ 2.5 മണിക്കൂറുകളായിട്ട് അവര് ജീവന് വേണ്ടിയിട്ട് അവർ പോരാടുന്ന സമയത്താണ് ഈ വകുപ്പ് മേധാവികളും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും അവിടുത്തെ ജില്ലക്കാരനായ മന്ത്രിയും പത്രക്കാരോട് വീമ്പിളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ പൊളിച്ചു മാറ്റാനായിട്ട് നോക്കിയിരുന്ന കെട്ടിടമാണെന്ന്. അപ്പോൾ പൊളിച്ചു മാറ്റാനാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എല്ലാ മെഡിക്കൽ കോളേജ് തന്നെ പൊളിച്ചു മാറ്റണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കുത്തി ഒഴുകുന്ന കാഴ്ച നമ്മൾ മീഡിയകളിലൂടെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാത്തത് കാരണം രോഗികൾ വലയുന്നുവെന്നും ഓപ്പറേഷൻ ചെയ്യാനായി ഡേറ്റ് കൊടുത്തവർക്ക് കൃത്യമായ സമയത്ത് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ വലയുന്ന കാര്യം ഒരു ഡോക്ടർ പറഞ്ഞതാണ്. ആ ഡോക്ടറെ എല്ലാവരും കൂടെ ക്രൂശിക്കാനും അദ്ദേഹത്തിന്റെ പേര് നടപടിയെടുക്കാനും അച്ചടക്ക നടപടി സ്വീകരിക്കാനുമുള്ള ധൃതി വെച്ചുള്ള നടപടികളിൽ IMA പോലെയുള്ള അവരുടെ സംഘടനകൾ ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വന്നത് കൊണ്ടാണ് ഇന്നും ആ ഡോക്ടർ ആ സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിനെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ആളുകൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം കൂച്ചുവിലങ്ങിടാനും അതിന്റെ പുറമേ നിന്ന് കുറെ സഖാക്കന്മാർ നിന്ന് അവരുടെ PR വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ ഇതെന്തോ വലിയൊരു സംഭവം ഇവിടെ നടക്കുന്നു, അതായത് ഇത്രയധികം സൗകര്യങ്ങളൊരു രാജ്യം വേറെയില്ല അല്ലെങ്കിൽ സംസ്ഥാനം വേറെയില്ല എന്ന് പറയുമ്പോഴും ഇവിടെയുള്ള ഒരു മന്ത്രി പോലും ഒരു മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ പോലും നമ്മുടെ ഗവൺമെന്റ് സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നേടിയതായിട്ട് നമുക്കറിയില്ല. കാരണം അവർക്കറിയാം അവരുടെ ജീവൻ കൊണ്ട് പന്താടാൻ, അവരുടെ ജീവൻ ഈ പരീക്ഷണത്തിന് കൊടുക്കാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലെ കാനഡയിലേക്കും ഇവിടെ മരണപ്പെട്ടു പോയ അന്തരിച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു സംസ്ഥാനത്തുമൊക്കെയാണ് പോയി ചികിത്സ നേടിക്കൊണ്ടിരുന്നത്. അത്രയും അതിദാരുണമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ ആരോഗ്യ മേഖല കടന്നു പോകുമ്പോൾ കഴിവുകെട്ടൊരു മന്ത്രിയാണ് അതിന്റെ മുകളിലിരിക്കുന്ന ഒരു MLA ആകാൻ പോലും സാമാന്യ യോഗ്യതയില്ലാത്തൊരു മന്ത്രിയെ മുഖ്യമന്ത്രി പിടിച്ച് അവരുടെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് കഴിവുറ്റ ആളുകൾ ആ മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്റെ പ്രൗഢി നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് കുറെ കഴിവുകെട്ടവരുടെ നടുക്ക് കയറിയിരുന്ന് മറ്റൊരു കഴിവുകെട്ടവൻ ഞാൻ വലിയൊരു സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന വ്യഗ്രതയുടെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ ഒരു സിസ്റ്റം മാറേണ്ടതാണ്. അതായത് ബിന്ദുവിന്റെ മരണത്തില് കൊലക്കുറ്റം ചുമത്തി വകുപ്പ് മന്ത്രിയെ പ്രതിയാക്കി മാറ്റേണ്ടതാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനം ഇവരുടെ വാക്കുകൾ കൊണ്ടാണ് തടയപ്പെട്ടത്. ആ സമയത്ത് ശക്തമായ ഒരു ശരിയായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് രക്ഷാപ്രവർത്തകരെ പോലും വഴിതെറ്റിച്ച് വിട്ട് ആ മരണത്തിലേക്ക് അവരെ തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ വകുപ്പ് മന്ത്രിക്കും അവിടെ ഉണ്ടായിരുന്ന വാസവൻ എന്ന മന്ത്രിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രതി, ഈ ഒരു നരഹത്യാ കേസിലെ പ്രതി തീർച്ചയായും സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുമാണ്. അതുകൊണ്ട് അവരുടെ പേരിലാണ് ഇതിൻ്റെ അകത്ത് നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കേണ്ടത്.